ഷെഫീഖ് വറോടാണ് നമ്മുടെ കൊപ്പത്തത്തെ സ്റ്റയറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്ടോ. അതാ കാണുന്ന സ്റ്റയർ. ഇത് നമ്മൾ സാധാരണത്തെ പോലെ കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പിൽ 3 വരുന്ന രീതിക്ക് നമ്മൾ ഹോൾ അടിക്കാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അതിൽ ഹോൾ അടിക്കാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ 2 ഗ്രണ്ടിന്റെ റെയിൽ മാസ്റ്റർ കാലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നേരെ വരുന്നതിനെ നേരെ താഴത്തേക്ക് പിടിപ്പിക്കാൻ ചെയ്തിട്ടുള്ളത്. 2 ഗ്രണ്ടിന്റെ താഴത്തേക്ക് ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ബേസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നിനോട് ആൾക്ക് താല്പര്യമില്ല. മാസ്റ്റർ കാർഡിൽ വരെ ഫ്രീ ആക്കിയിട്ടാണ് വിട്ടിട്ടുള്ളത്. ഇതിന്റെ നമ്മൾ കറക്റ്റ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഗ്യാപ്പിൽ ഇതേപോലെ ഇതിന്റെ ഇടയിൽ സ്പേസർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതേപോലെ എപ്പോക്സി അതിൽ ഫില്ല് ചെയ്യുന്ന അതേ എപ്പോക്സി അതിൽ ഫില്ല് ചെയ്യും. ഇതിന്റെ ഈ ഗ്യാപ്പിൽ നമ്മൾ സിലിണ്ടർ ഇറക്കിയിട്ടുള്ളത് തോണ്ടി കളച്ചിട്ട് ഇതിലും എപ്പോക്സി ഫില്ല് ചെയ്യും. എല്ലാത്തിലും ഫില്ല് ചെയ്യട്ടാ. ഈ ഒരു സ്റ്റയർ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാലേ ഒരു 10 സ്റ്റെപ്പോളം ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടാ. ഒരു 10 സ്റ്റെപ്പ് ഉണ്ട് കയറി കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 9 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സാധാ ഒരു 85 സെന്റി ഹൈറ്റ് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിന് നമ്മൾ ഇത്രയും ഭാഗം സാധാ 85 ഇല്ല, അതിനും കമ്മിയായിട്ട് ഹൈറ്റിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹോൾ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്പോ ഇന്റീരിയറിന്റെ ഒരു വുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യും, ഇത്തിരി വീതിക്ക് സെറ്റ് ചെയ്യും. ബാക്കിയുള്ളത് മൊത്തം ഒരു സ്റ്റെപ്പിൽ 3 വരുന്ന രീതിക്ക് ഏറ്റവും ടോപ്പിൽ ഒരു റെയിൽ വരുന്നുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ റെയിൽ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ. മൊത്തത്തിൽ താഴ്ത്തുന്ന വന്നിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ബലമായിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു 1.25 സ്ക്വയർ ട്യൂബിനെ അടിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ 85 സെന്റിയാണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 1 മീറ്റർ ഹൈറ്റോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 90 ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും അതേപോലെ 90 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നീളം മൊത്തം ഒരു 10 അടിക്ക് പുറത്ത് വരുന്നുണ്ട് കേട്ടോ. 11 അടിയോളം ഏകദേശം വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ഒരു 10 അടിയോളം വരുന്നുണ്ട്. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 90 ഹൈറ്റ് വരുന്ന രീതിക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഭാഗത്തും റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു യു ടൈപ്പിൽ റെയിലിംഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു യു ടൈപ്പിലാണ് കിടക്കുന്നത്. അതിന് നമ്മളൊരു 3 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് അരക്കരന്റെ സ്ക്വയർ ട്യൂബിനെ ഹോൾ അടിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ചില്ലറ ഹോൾ വരുന്നുണ്ട് കേട്ടോ. ഗ്രാനൈറ്റ് ഭയങ്കര പ്രശ്നം, നല്ല ടെമ്പറുള്ള സാധനമായിരുന്നത്. തുടക്കം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 5 കോർബിറ്റോളം ഈ 200 ചില്ലറ ഹോൾ അടിക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു 3 ബിറ്റോളം ഒക്കെയാണ് എടുക്കലുള്ളത്. നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 ബിറ്റാണ് വരല്ലേ. ഇവിടെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ റെയിലിന് നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിലേക്ക് താഴ്ത്തിയാണ്. ഇതിലും നമ്മൾ ബേസ് ഇട്ട് കൊടുത്തിട്ടില്ല. എവിടെ നമ്മൾ ബേസിന്റെ ഒരു കളിയും കളിച്ചിട്ടില്ല കേട്ടോ. എസ്എസിന്റെ ഒരു ഇതുമില്ല. പിന്നെ ഈ ഒരു ഗ്യാപ്പ് കാണുമ്പോഴേ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ വീതി കമ്മിയാലോ എന്നുള്ള രീതിക്ക് ഈ ഒരു സൈഡിലും സ്റ്റെപ്പിലേക്കാണ് വരുന്നത്, ഈ ഒരു സൈഡും സ്റ്റെപ്പിലേക്കാണ് വരുന്നത്. അപ്പൊ 4 ഇഞ്ച് അത് പോയി. അപ്പൊ അത് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൈഡിൽ നിന്ന് ഡിഗ്രി അടിച്ചെടുക്കുന്നതിനോട് ആൾക്ക് തീരെ യോജിപ്പില്ല. അപ്പോ അത് കാരണം കൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പിൽ ഹോൾ അടിച്ചിട്ടുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലായിടത്തും ഒരു 3 അടിയാണ് സ്റ്റെപ്പിന്റെ വീതി വരും. ഇത് 3.25 അടിയോളം ഏകദേശം വരുന്നുണ്ട് കേട്ടോ. 40 ഇഞ്ചോളം ഏകദേശം ഇതിന്റെ വീതി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 2 സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സാധാരണ നോർമലി നമ്മുടെ